യെരമ്യ 48 അധ്യായം 1 മുതൽ 9 വരെ തിരുവചനങ്ങൾ. ബർക്കുമോർ. മോവാബിനെ കുറിച്ചുള്ള കൽപ്പന. ഇസ്രായേലിൻ്റെ ദൈവമായ ബലവാനായ കർത്താവ് കൽപ്പിക്കുന്നു. കവർച്ച ചെയ്യപ്പെട്ട നേബോയ്ക്ക് കഷ്ടം. കുര്യത്തിമിന് ലജ്ജ വന്നിരിക്കുന്നു. അത് ചിതറിപ്പോയി. അതിൻ്റെ മഹത്വമെല്ലാം മോവാബിന് നഷ്ടപ്പെട്ടു. ഹെസ്ബോനിൽ അവർ അതിനെതിരായി അനർത്ഥം ചിന്തിക്കുന്നു. വരുവിൻ, ജനതയിൽ നിന്നും നമുക്കതിനെ നശിപ്പിക്കാം. അത് മൗനമായിരിക്കും. അതിനെ പിൻചെല്ലുക. മോവാബിന് ഭയങ്കരമായ തകർച്ചയും കവർച്ചയും. ഹൂറിനാമിൽ നിന്ന് വിലാപശബ്ദം. അതിൻ്റെ സാധാരണക്കാർ നിലവിളിക്കുന്നു. ലുഹിത്തിമിലേക്കുള്ള കയറ്റത്തിൽ അവർ കരഞ്ഞുകൊണ്ട് കയറിപ്പോകുന്നു. ഹുറിനാമിലേക്കുള്ള ഇറക്കത്തിൽ തകർച്ചയുടെ നിലവിളി ശബ്ദം കേൾക്കുന്നു. കേൾപ്പിൻ, ഓടിപ്പോകുവിൻ, സ്വന്തം പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. മരുഭൂമിയിലെ ചെടി പോലെയാകുവിൻ. നിന്റെ കോട്ടകളിലും ഭണ്ഡാരങ്ങളിലും നീ ആശ്രയിച്ചതുകൊണ്ട് നീയും പിടിക്കപ്പെട്ടു. കോമേശ് സ്വന്തം പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസികളായി പോകും. കവർച്ചക്കാരൻ എല്ലാ നഗരത്തിലും. ഒരു നഗരവും രക്ഷപ്പെടുകയില്ല. കർത്താവ് കൽപ്പിച്ചതുപോലെ താഴ്വര നശിക്കും. മൈതാനങ്ങൾ ശൂന്യമാകും. മോവാബ് നിശ്ചയമായും നശിച്ചു പോകുന്നതിനാൽ അതിന് ചിറകുകൊടുപ്പിൻ. ആൾപ്പാർപ്പില്ലാതെ അതിൻ്റെ നഗരങ്ങളെല്ലാം ശൂന്യമാകും. അത്യുന്നതനായ ദൈവമേ, താഴ്മയോടെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയതുപോലെ താഴ്മപ്പെട്ട് തമ്മിൽ കാലുകളെ കഴുകുവാനും സത്യസ്നേഹത്തിൽ നിലനിൽപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.